ഹലോ കൂട്ടുകാരെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ മീൻ കഴിക്കേണ്ട ഒരു പൂതിയുമായിട്ട് മീൻ കടയിലേക്ക് പോയി. അപ്പോൾ കുറേ മീനുകളുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീനാണ് സിലോപ്പി. കുളത്തിലും പുഴയിലും കുട്ടിക്കാലത്ത് കൂടുതൽ കഴിച്ചിട്ടുള്ള മീനാണ് സിലോപ്പി. അപ്പോൾ ആ മീൻ എന്നെ നാകാമെന്ന് പറഞ്ഞ് അവിടെയുള്ള ഒരു ചേട്ടൻ്റെ അടുത്ത് ഒരു മീൻ എടുക്കാൻ പറഞ്ഞു. ഉള്ളതിലെ വലുത്. ആ ചേട്ടൻ വലുത്തൊന്നെടുത്ത് രജനീകാന്ത് സ്റ്റൈലിൽ ചറവറാന്ന് കിട്ടുന്ന സ്റ്റൈലാണ് കാണുന്നത്. അപ്പോൾ ചേട്ടൻ വീട്ടിൽ കൊണ്ടുവരുന്ന അവർ സിമ്പിളായിട്ട് നേരാക്കി തരും. ചറപറാന്ന് ഒരു 5 മിനിറ്റും കൂടി ആയില്ല, പുള്ളിക്കാരൻ ഫുള്ളായിട്ട് അത് ക്ലീൻ ചെയ്ത് ചറപറാന്ന് വെട്ടി. അപ്പോൾ ഞാൻ കുറേ നേരം ആലോചിച്ചപ്പോൾ രജനീകാന്ത് സ്റ്റൈലിൻ്റെ 4 വെട്ട്, അതാ സിലോപ്പി റെഡി. അങ്ങനെ ആ മീൻ വാങ്ങിച്ച് ഇന്നത് പൊരിക്കുന്നൊരു സ്വപ്നവും കണ്ടിട്ട് അങ്ങനെ വീട്ടിലേക്ക് ഞാൻ നടന്നു വരിക. അങ്ങനെ വാങ്ങിച്ച മീനുമായി വീട്ടിലെത്തി. ഇനി നന്നായി കഴുകി അതിൽ മസാലയൊക്കെ പുരട്ടി ഇനി ഫിഷ് ഫ്രൈ ചെയ്ത് കഴിക്കും. അപ്പോൾ അത് ഒരു പാത്രത്തിലാക്കി നന്നായി വൃത്തിയാക്കി കഴുകാൻ പോവുകയാണ്. ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി, ആവശ്യത്തിന് ചേർക്കുക. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, നന്നായി പിഴിഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കുഴമ്പ് രൂപത്തിലാക്കുക. അതിലേക്ക് സിലോപ്പി, കഴുകി വെച്ച സിലോപ്പി നന്നായി മുളക് മസാലയൊക്കെ നന്നായി തേച്ച് പിടിപ്പിക്കുക. ഒരു വരഞ്ഞിട്ട് വേണം സിലോപ്പി ഇടാൻ. എന്താണെന്ന് വെച്ചാൽ സിലോപ്പിയിൽ ഈ മസാല പെട്ടെന്ന് പിടിക്കില്ല. അതുകൊണ്ട് അതിൽ ഒരു വര കൊടുത്തിട്ട് ഇടുന്നത് നല്ലതാണ്. പിന്നെ തൊലി കളയും. തൊലിയോടെ കഴിക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. തൊലി കളഞ്ഞിട്ടാണ് ചിലർ മസാല പിടിക്കാൻ തൊലി കളയും. പക്ഷേ മീനിൻ്റെ ഗുണം ആ തൊലിയിലുണ്ട്. നന്നായി മസാല തേച്ച് പിടിപ്പിച്ച് ഒരു 5 മിനിറ്റ് വയ്ക്കുക. നല്ല ടേസ്റ്റുള്ള മീനാണ് സിലോപ്പി. ശുദ്ധജല മത്സ്യം കൂടിയാണ്, നല്ല ടേസ്റ്റുമാണ്.
അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച പേസ്റ്റ് ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി അരച്ച പേസ്റ്റ് നന്നായി കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് നന്നായി തേച്ച് കൊടുക്കുക. പിന്നെ ഫിഷ് മസാലയും ചേർക്കാം. ഫിഷ് മസാലയും ചേർത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും ചേർത്ത് നല്ല മസാല പിടിക്കുന്ന രീതിയിൽ ഒരു 10 മിനിറ്റ് ശേഷം ചീഞ്ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് സിലോപ്പി ഇടുക. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ ജീരകം ഞങ്ങൾ ഇടും. വീട്ടിൽ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ അതിന് മേലെ ജീരകം ഇടാറുണ്ട്. ആവശ്യമുള്ളവർക്ക് ജീരകം ഇടാം. നല്ല മണം വരുന്നുണ്ട്. പുതിയ ചാനലാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിലേ ചാനൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. മക്കൾ പറയും അടിപൊളിയായിട്ട്